സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായത് നമ്മുടെ ഗോവിന്ദൻ സഖാവ്, നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ സെക്രട്ടറിയാണ്, നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു കാര്യം അങ്ങ് പറഞ്ഞു, തോറ്റു, നല്ലതായിട്ട് തോറ്റു എന്നങ്ങ് സമ്മതിച്ചു. കിടന്ന് ഉരുളാനൊന്നും കണക്കാക്കില്ല. ആദ്യം ഉരുണ്ടൊക്കെ നോക്കിയതാണ്, പക്ഷേ അതൊന്നും വില പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അത് അങ്ങ് സമ്മതിച്ചു. ഇതുപോലെ ഇതിൻ്റെ നേതാക്കന്മാരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഇത് സമ്മതിക്കുന്നതിൽ ഇപ്പോൾ മുൻ പട്ടികയിൽ വന്നത് നമ്മുടെ പ്രകാശ് കാരാട്ടാണ്. അദ്ദേഹം ഇവിടെ പാലക്കാട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ വലിയ തോൽവിയാണ് ഉണ്ടായത്, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കണം, ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കണം, അതാ വേണ്ടത്. അപ്പം നമുക്കൊരു അസുഖമുണ്ട്, അപ്പോൾ അതിൻ്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം, അതാണല്ലോ വേണ്ടത് എന്ന് പറയുന്നത് പോലെ ഈ തോൽവി അത് ഏറ്റെടുത്തിട്ട് അതിനെക്കുറിച്ച് അത് തോൽക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരു കറക്റ്റീവ് മെഷർ വേണം. അതാണ് വിവരമുള്ള ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്നത്, അതാണ്. അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രീ പ്രകാശ് കാരാട്ട് ആ വിവേകം കാണിച്ചു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററും ഇത് പറഞ്ഞു, അതായത് തോറ്റു, നല്ലവണ്ണം തോറ്റു, അല്ലാതെ ചുമ്മാ ഒന്നുമല്ല. മറ്റേത് എനിക്ക് ഇത്രയും വോട്ട് അവിടെ കിട്ടി, അതുകൊണ്ട് മറ്റിടത്ത് ഇത്രയും വോട്ട് പോയി, ഇവിടെ ഇത്രയായി, കോൺഗ്രസിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും വോട്ട് നഷ്ടപ്പെട്ടു, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പോയില്ലെന്നല്ല നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വെർഷൻ. അതായത് മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി വന്നു. അപ്പോൾ കോൺഗ്രസിന് തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകെ ഉള്ള ഒരാഗ്രഹം. ആ ആഗ്രഹം കറക്റ്റായിട്ട് പുറത്തു വരികയും ചെയ്തല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകനും കുടുംബവുമായിട്ട് നേരെ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് നാട് വിട്ടു. മറ്റൊരു സംസ്ഥാനത്തും അദ്ദേഹം പ്രവർത്തിക്കാനൊന്നും പോയില്ല. തമിഴ്നാട്ടിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഇവർക്ക് ജയിച്ചു. അത് ഇവരുടെ ഏതാണ്ട് വലിയ കഴിവുണ്ടാകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുമല്ല, അത് യഥാർത്ഥത്തിൽ അവിടെ ജയിച്ചത് DMK-യുടെ വോട്ടല്ലേ, കുറച്ച് കോൺഗ്രസിൻ്റെ വോട്ടുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് അവിടെ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ 2 സീറ്റ് CPM-ന് കിട്ടിയത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, ഈ പാർട്ടിയുടെ വലിയ കേമത്തം കൊണ്ടോ ഒന്നുമല്ല പറ്റിയേക്കുന്നത്. പക്ഷേ എന്തായാലും അതങ്ങനെ കിട്ടി, നല്ല കാര്യം, വരട്ടെ. കാരണം ഇത് ഈ പാർട്ടി എന്ന് പറയുന്നത് ഇല്ലാതാവരുതല്ലോ. ഇനി ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇത് ഈ പ്രകാശ് കാരാട്ടും ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ പറഞ്ഞത് മാതിരി ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ശരിയായ രീതിയിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ട ചികിത്സ, അതായത് ഒരു ക്യൂറേറ്റ്, ആ വർക്ക് അത് ക്യൂർ ചെയ്യാനുള്ള ഒരു ജോലി നടത്തിയില്ലെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി വളരെ വഷളാവും. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ അഹന്തയും അഹങ്കാരവും അഹംഭാവവും എല്ലാം കാണിച്ച് വളരെ കേമത്തരമൊക്കെ കാണിച്ച് ചുമ്മാ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, ആളുകളിത് തിരിച്ചറിയും എപ്പോഴും. ഇപ്പോൾ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരെ വളർത്തിക്കൊണ്ടുവന്നതും, അതായത് സൈബർ സഖാക്കളെ വളർത്തിക്കൊണ്ടുവന്നത് സംസ്കാരം ആരുടെയാണെന്ന് നമുക്കറിയാം. സൈബർ സഖാക്കൾ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെയൊക്കെ ചീത്ത വിളിപ്പിച്ചിട്ടുണ്ട് സൈബർ സഖാക്കളെ കൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സൈബർ സഖാക്കളെ നല്ല പരിചയമാണ് കേട്ടോ. അപ്പോൾ ഈ സൈബർ സഖാക്കളെ വളർത്തിക്കൊണ്ടുവന്ന സംസ്കാരം ആരുടെയാണെന്ന് നമുക്കറിയാം. കുറേ പേരെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി ഇതിനൊന്നും ആവശ്യമില്ല, ഇപ്പം വലിയ കേമത്തരമായി, അങ്ങ് ഉയരത്തിലായിപ്പോയി, ഇനി ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്ന് ഇതങ്ങോട്ട് ഒരുപാട് പ്രകടനം അധികമായി കഴിഞ്ഞപ്പോൾ ഈ പോരാളി ഷാജിമാർക്കൊക്കെ തോന്നി, എടാ ഇയാൾ ഇങ്ങനെ അധികം കിഴക്കോട്ട് പോയാൽ മഞ്ഞുള്ളൂ എന്ന് നാട്ടുപുറത്തൊക്കെ പറയുന്ന മാതിരി ഇയാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് വേണ്ട എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വന്നു. അവർ വന്നതിന് ശേഷം ഇതിനകത്ത് ഓരോ ഇഴകീറി പരിശോധിച്ച് ഓരോ കാര്യങ്ങൾ കുറ്റപ്പെടുത്താൻ തുടങ്ങി, ഇലക്ഷന് മുമ്പ് തന്നെ. അത് നമ്മുടെ സഖാവ് MV ജയരാജനൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇവർ തോറ്റുപോയെന്ന്. അത് ഇവർ പറഞ്ഞുകൊണ്ടൊന്നും മാത്രമല്ല തോറ്റുപോയത്, ഇവർ ജനങ്ങളുടെ പൾസാണത്. ഇപ്പോൾ ഏതൊക്കെ സഹാക്കളായാലും ശരി, അവർ ജനങ്ങളാണ്, അവരുടെ ഭാഗമാണ്, ജനങ്ങളുടെ ഒരു ഭാഗമാണ് അവരും വരുന്നത്. അത് ജനങ്ങളോട് അവർക്ക് ആഭിമുഖ്യം ഉണ്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ജനങ്ങളുടെ ഒരു ഭാഗം തന്നെയല്ലേ, പൊതുജനത്തിൻ്റെ ഒരു ഭാഗമാണ് അവരവരുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ
ഒരാൾ പറഞ്ഞത് അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ അയാൾ പറഞ്ഞതുകൊണ്ട് അത് തെറ്റാണ് എന്നങ്ങ് ആദ്യം ഒരു തീരുമാനം എടുക്കും. ഇപ്പം നമ്മളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ പറഞ്ഞതിനകത്ത് വല്ല കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് ചിന്തിക്കണം. അയാൾ സത്യമാണ് പറഞ്ഞെങ്കിൽ അത് ഏത് ശത്രു പറഞ്ഞെന്നിരിക്കട്ടെ, അയാൾ പറഞ്ഞത് ശരിയാണ്, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം, ഒരു തെറ്റുമില്ല, അത് ഞാൻ ശരിയാക്കാം എന്ന് പറയുന്നതിന് പകരം അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾക്ക് മറ്റിടത്തൊക്കെ എല്ലാം തോറ്റുപോയി, ഇവിടെ എല്ലാം കിട്ടിയില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെന്തുകൊണ്ട് നമുക്ക് വോട്ട് കിട്ടിയില്ല എന്ന് ഇല്ല സന്ദേശം സിനിമയിൽ ആലോചിക്കുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പഴയ ഈ സിദ്ധാന്തം പറയുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അത് കാരണം ഈ ആ രീതിയിലുള്ള സിദ്ധാന്തം കേട്ടോ നമുക്ക് ഇപ്പോൾ പറയാനൊന്നുമുള്ള ആളുകളില്ല കേട്ടോ. അന്തർധാരയും അതും ഇതുമൊക്കെ, അന്തർധാര വളരെ സജീവമായിരുന്നു കേട്ടോ. ഇതൊക്കെ പറയാനുള്ള ആളുകൾ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന വാചകങ്ങളൊക്കെ അങ്ങ് തെറ്റിപ്പോവാണ്. ഏതായാലും അതിൽ കിടന്ന് ഡാൻസ് കളിക്കാതെ ഗോവിന്ദ മാസ്റ്റർ അങ്ങ് പറഞ്ഞു തോറ്റു, നല്ലോണം തോറ്റു, ശരിയാണ്, അത് സമ്മതിച്ചു. അതുപോലെ തന്നെയാണ് ശ്രീ പ്രകാശ് കാരാട്ടും പറഞ്ഞത്. തോൽവിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കാണണം, മനസ്സിലാക്കണം. അവിടെ നേതൃത്വ മാറ്റമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ ഭരിച്ചാലേ ഇവിടെ ഭരണം നടക്കുള്ളൂ, വേറെ ആരും എനിക്ക് പകരം ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിയല്ല. വേറെ എത്രയോ നേതാക്കൾ കാണും ഈ പാർട്ടിയിൽ, അവർ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർ കുറേ നാൾ അവരൊന്നും നോക്കട്ടെ, കാരണം ഈ പെരുവർഷം ഒന്ന് മാറ്റിയെടുക്കണ്ടേ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്. ഇനിയെങ്കിലും വിവേകത്തോടു കൂടി ചിന്തിക്കട്ടെ.